കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷർപ്പിക്കുക എന്ന് പറഞ്ഞൊരു പണ്ടത്തെ ഒരു നാട്ട് പ്രമാണമുണ്ട്. അപ്പോൾ അത് തന്നെ ആയിരിക്കാനാണ് ചാൻസ്. അപ്പോൾ ഇങ്ങനെ ഒരാൾ വന്നിട്ട് പറയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അത് ന്യൂസിൽ പറയാമെന്ന് പറഞ്ഞ കാര്യം അവിടെ ഒരു മാറ്റവും നടക്കില്ല, ഒരു സസ്പെൻഷനും ഉണ്ടാവില്ല, ഒരു ഡിസ്മസും ഉണ്ടാവില്ല. കാരണം എല്ലാവരും എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണത് ഒരാൾ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരെങ്ങനെ ഒഴിവാക്കുക? അപ്പോൾ അതുകൊണ്ട് അവിടെ നിയമത്തിൻ്റെ കാര്യം തന്നെ പറയാം. നമുക്ക് ആ രീതിയിൽ ജനങ്ങൾ അപ്പോൾ ഇത്രയും തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിക്കുന്ന ആൾക്കാർ, അതായത് അല്പസ്വല്പം കഴിക്കുന്ന ആൾക്കാർ കുറച്ചേ വാങ്ങുള്ളൂ. അതായത് അധികം പോയ 1/2 ലിറ്റർ മേലെ വാങ്ങില്ല. പോലീസ് മർദ്ദനമെന്ന മറ്റൊരു പരാതി കൂടി വരികയാണ്. കൊല്ലത്തെ CPIM നേതാവ് തന്നെയാണ് പോലീസിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. മധ്യസ്ഥ ചർച്ചയ്ക്ക് എത്തിയപ്പോൾ പോലീസ് മർദ്ദിച്ചു എന്നാണ് നെടുമ്പന നോർത്ത് ലോക്കൽ സെക്രട്ടറി സജീവിന്റെ ആരോപണം. ഫേസ്ബുക്കിലൂടെയാണ് പരാതി ഉന്നയിച്ചിരിക്കുന്നത്. ദിലീപ് ദേവസ്വം ചേരുന്നു. ദിലീപ്, എന്താണ് സംഭവിച്ചത്? എന്തിനാണ് മർദ്ദിച്ചത് എന്നാണ് ഇയാൾ ആരോപിക്കുന്നത്? അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതല്ലാതെ മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഇതിൽ പരാതി നൽകുന്നു. പോസ്റ്റ് ഇട്ട നോർത്ത് ലോക്കൽ സെക്രട്ടറിയായ സജീവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. അവിടെ ആൻഡ്രസൺ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഇദ്ദേഹം പറയുന്നത് കേൾക്കാനോ മറ്റൊന്നും കേട്ടാക്കില്ല. ഇദ്ദേഹം ലോക്കൽ സെക്രട്ടറി ആണെന്ന് പറയുന്ന സാഹചര്യത്തിൽ തന്നെ ഇദ്ദേഹത്തെ ഷൗട്ട് ചെയ്യുന്നു. ഒപ്പം കഴുത്തിന് പിടിച്ച് തള്ളുകയും മർദ്ദിക്കുകയും ചെയ്തു. ഇപ്പോൾ കൊല്ലം ACPക്ക് അടക്കം പരാതി നൽകുകയും ചെയ്തു. ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് തന്റെ അനുഭവമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ പേരിൽ തനിക്ക് പാർട്ടിയിൽ നിന്ന് നടപടി ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടാകട്ടെ എന്നും കൂടി പറയുകയുണ്ട്. അത്രമേൽ വിഷമമായില്ല ഒരു പോലീസുകാർ? തീർച്ചയായിട്ടും ഈ പോലീസ് സ്റ്റേഷൻ എന്ന് ഇവിടെ വന്നു ഉറപ്പാണ്. കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷൻ അന്ന് തൊട്ട് ഞാൻ ആ സൃഷ്ടി വന്നതാണ്. കുറേ ഉദ്യോഗസ്ഥരോട് ഇതുവരെ ഇങ്ങനെ അനുഭവം വന്നിട്ടില്ല. ഒരു കുടുംബ പ്രശ്നം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കുടുംബ പ്രശ്നം അത് ബന്ധപ്പെട്ട് അവിടുത്തെ ആ പെൺകുട്ടി എൻ്റെ അടുത്ത് വന്ന് ഇതുകൊണ്ട് ഭർത്താവ് മർദ്ദിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കേസ് കൊടുക്കണം, എനിക്ക് വയ്യ. ആ കുട്ടികളോട് കൂടെ ഞാൻ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. അത് 2-ാം തീയതി കൊടുക്കുന്നത്. 3-ാം തീയതി രാവിലെ ഇവരെ അവിടെ വിളിപ്പിച്ചു. ഇവരെ വിളിപ്പിച്ചിട്ട് SI ആണ് വിളിക്കുന്നത്, ജിബി. SI വിളിപ്പിച്ചിട്ട് ഇവരെ അകത്ത് കയറ്റിയിട്ട് ഈ പെൺകുട്ടിയോട് അപമര്യാദയായിട്ടാണ് സംസാരിച്ചത്. എടി കൂടി, നിനക്ക് ഇവിടെ നിന്റെ കുടുംബ പ്രശ്നം തീർക്കാനുള്ള സ്ഥലമല്ല സ്റ്റേഷൻ. നിന്റെ കുടുംബ പ്രശ്നം തീർക്കണമെങ്കിൽ നീ അവിടെ തീർത്തോണം. ഈ കാര്യങ്ങൾ അറിയുന്നത് ഞാൻ 5-ാം തീയതി. 4-ാം തീയതിയാണ് ഈ സംഭവിച്ചത്. ഈ സംഭവങ്ങൾ, ഇങ്ങനത്തുള്ള സംഭാഷണങ്ങൾ എല്ലാം നടന്നു. അതിന്റെ പുറത്ത് ഇവര് SI കണ്ടിട്ട് വെളിയിറങ്ങിയപ്പം അവിടെ ഒരു വനിതാ പോലീസുകാരി ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ASI കണ്ട. അവര് പറഞ്ഞു അവൻ സജീവ്, അവൻ ആരാ. അപ്പോൾ സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് നല്ല ചൂടാട്ടോ. വൈകുന്നേരത്ത് ചിലപ്പോൾ നല്ലൊരു മഴയ്ക്കുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ കേട്ടത് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഒരു തുടർ നാടകമാണോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ മറച്ചു വെക്കാനുള്ള നീക്കം തന്നെയാണോ എന്ന് കമൻറ്റുകൾ വന്നാട്ടോ. നമ്മളിപ്പോൾ സ്വന്തമായിട്ട് പറയല്ല എന്നല്ല. എന്നിരുന്നാലും നമ്മുടെ ഒരു ഒരു ചിന്തയെ കൊണ്ട് ഇങ്ങനെ തോന്നുന്നത്. കാരണം ഇപ്പോൾ ആ 4 മർദ്ദിച്ച പോലീസുകാർക്ക് എതിരെ DIG പറഞ്ഞിട്ടുള്ളത് സസ്പെൻഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ ഒതുങ്ങേണ്ട കാര്യമല്ല ശരിക്കും പറഞ്ഞാൽ. അത് VD സതീശനും ഇവരൊക്കെ പറഞ്ഞ പോലെ അതിൽ ഒതുങ്ങേണ്ട കാര്യമല്ല ശരിക്കും. അപ്പോൾ അത് വല്ലാത്തൊരു മോശമായിട്ടുള്ളൊരു അനുഭവം തന്നെയായിട്ടാണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്ത ഒരു നാടകമാണോ എന്നോ ഒരു സംശയം തോന്നുന്നുണ്ട്.
അത് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷർപ്പിക്കുക എന്ന് പറഞ്ഞൊരു പണ്ടത്തെ ഒരു നാട്ട് പ്രമാണമുണ്ട്. അപ്പോൾ അത് തന്നെ ആയിരിക്കാനാണ് ചാൻസ്. അപ്പോൾ ഇങ്ങനെ ഒരാൾ വന്നിട്ട് പറയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അത് ന്യൂസുകാർ, അതായത് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ മാത്രമാണ് ഇതുപോലുള്ള സർക്കാരിൻ്റേതായ ന്യൂസുകൾ, സർക്കാരിനെതിരെയുള്ളതല്ല, സർക്കാരിനെ അനുകൂലിക്കുന്ന പോലെയുള്ള ന്യൂസുകൾ അധികം വരുന്നത് റിപ്പോർട്ടറിലാണ്. നമ്മളൊക്കെ അറിയുന്നുണ്ടാവും. കാരണം ആദ്യം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഫസ്റ്റ് ആൻഡ് റിപ്പോർട്ടർ, ബിഗ് ബ്രേക്കിംഗ് എന്ന് പറയാറുണ്ട് അരുൺകുമാർ. അപ്പോൾ അതും ഇതുപോലുള്ളൊരു വാർത്തയായിട്ടാണ് തോന്നുന്നത്. ഏകദേശം 10-15 മിനിറ്റായി ഇപ്പോൾ വാർത്ത കണ്ടിട്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തന്നു മാത്രം. ഇനി ബാക്കിയുള്ള മാധ്യമങ്ങൾ അത് ചർച്ചയാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വല്ലാത്തൊരു എന്തോ ഒരു നാടകീയ രംഗത്തിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഒക്കെ രാഷ്ട്രീയമാണ്. നമ്മൾ കാണുന്നതും പറയണതും ഒക്കെ ഇനിയിപ്പോൾ രാഷ്ട്രീയമയമായിട്ടാവും ഒക്കെ നമ്മൾ കാണേണ്ടി വരിക. കാരണം ഇപ്പോൾ കൂടുതലും പ്രതിഷേധമാണ്. ഒന്നും പ്രതിഷേധിക്കാതെ ഇവർക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നില്ല. എല്ലാം കൊണ്ടും പ്രതിഷേധമാണ്. ഇനിയിപ്പോൾ അതിൻ്റെ വരും വരായികളിൽ ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ തന്നെ എന്താ പറയുക സഹിക്കണം. അല്ലാതെ ഇപ്പം പറയുന്ന ആരെയും കാണാനില്ല. ഒരാളെയും വീണ ജോർജിനെ കാണാനില്ല, പിന്നെ ഒരു മന്ത്രിമാരെയും കാണാനില്ല. അപ്പോൾ ഇവരൊക്കെ എവിടെ പോയിരിക്കുകയാണെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഇതിനെതിരെ ആരെങ്കിലും മനസാക്ഷിയില്ല ഒരു മനുഷ്യനെങ്കിലും വന്ന്. ഇന്നലെ രാഹുൽ മാങ്കൂട്ടം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായി ഫേസ്ബുക്കിൽ, എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ എന്ന്. അത് ഏകദേശം ഒരു 18,000 ചില്ലറ ആൾക്കാർ അത് കണ്ടിട്ടുണ്ട്. കാണുക മാത്രമല്ല അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു 45K ആൾക്കാരാണ് ഇതിൽ ലൈക്ക് ചെയ്തത്. കുറച്ച് പേര് മാത്രമാണ് ഷെയർ ചെയ്തിട്ടുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ പിണറായി മുഖ്യമന്ത്രി പിണറായി സാറ് മൂപ്പര് ഇതേപോലെ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അത് പിന്തുണയായിട്ട് കുറച്ച് പേരെ വന്നിട്ടുള്ളൂ. കാരണം ജനങ്ങൾക്ക് അറിയാൻ തുടങ്ങി. കാരണം ഇപ്പോൾ പറയുന്നത് രാഹുൽ മാങ്കൂട്ടം 18 വയസ്സ് തൊട്ടിട്ട് 60 വയസ്സുള്ള സ്ത്രീകളെ വരെ ഗർഭചിത്രത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. എന്താണ് ഇതൊക്കെ? ഒരു നാണോ മാനോ ഉളുപ്പുമില്ലാത്ത രീതിയിലാണ് വാർത്താക്കാർ വായിക്കുന്നത്. അപ്പം നമ്മളൊക്കെ ഇത് കേട്ടിട്ട്, അല്ലെങ്കിൽ നമ്മളിത് കേൾക്കുമ്പോൾ ഈ സ്ത്രീകൾക്ക് ഉണ്ടാവുമല്ലോ ഒരു എന്താ പറയുക ഒരു അഭിമാനം, ആത്മാഭിമാനം. ഇപ്പോൾ പെണ്ണിനെ വെച്ചിട്ടാണ് ഇപ്പോൾ രാഷ്ട്രീയം കളിക്കുന്നത്. പെണ്ണ് എന്ത് പറഞ്ഞോ, പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ ഒരു പേടിയില്ല. കാരണം വെറുതെ ഒരു ഉമ്മ കൊടുക്കുക, അല്ലെങ്കിൽ വെറുതെ ഒന്ന് എന്താ പറയുക വെറുതെ സംസാരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് വർഷങ്ങളോളം കഴിഞ്ഞിട്ടാവും, അല്ലെങ്കിൽ ദിവസങ്ങളോളം കഴിഞ്ഞിട്ടാവും, ഇല്ല മാസങ്ങളോളം കഴിഞ്ഞിട്ടാവും ഇവർ കേസ് കൊടുക്കുക. ശരിക്കും അതൊക്കെ പോയിട്ടുണ്ടാവും, തേഞ്ഞു മാഞ്ഞ് പോയിട്ടുണ്ടാവും ആ കേസൊക്കെ. എന്നിട്ട് പെണ്ണ് വേറെ ആരെങ്കിലും പിന്നാലെ പോയിട്ടാവും ഇവരെ കാണുമ്പോൾ ഇവർക്ക് ഓർമ്മ വരാം, അവരെന്നെ അന്ന് അങ്ങനെ ഉമ്മ വെച്ചല്ലേ, അവരങ്ങനെ വെറുതെ വിടാൻ പാടില്ല. ഞാൻ വെറുതെ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒന്ന് കരഞ്ഞാൽ മതി. അത് പോലീസുകാരിപ്പോൾ കേസും കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ നിൽക്കില്ല, പെട്ടെന്ന് ചാടി പുറപ്പെടും. അതേപോലെ തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം ഉണ്ടായത്. 10 പരാതികളാണ് വന്നിട്ടുള്ളത്. പക്ഷേ അതിൽ 5 എണ്ണം അനുകൂലമാണ്. ഇതൊന്നും വാർത്താമാധ്യമങ്ങൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതാണ് വാർത്തയിലെ വസ്തുത. നേരോടെ നിർഭയം നിരന്തരം എന്ന് പറയുന്നത് ഇതാണ് സംഭവം. അപ്പോൾ നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ, അന്നം കഴിക്കുന്ന ആൾക്കാർ, ഈ അന്നം കഴിക്കുന്ന ആൾക്കാരൊക്കെ മനസ്സിലാവും സത്യമേതാണ് തെറ്റേതാണ് എന്നൊക്കെ. ശരിയും തെറ്റൊക്കെ തിരിച്ചറിയാനുള്ള പക്വത ഇപ്പോൾ മലയാളികൾക്കുണ്ട്. അത് ഇനി അടുത്ത തലമുറ, അതായത് ഇപ്പോൾ എന്താ പറയുക പുതിയ ജനറേഷനാണ് ഉള്ളത്. അപ്പോൾ നമ്മളെയൊക്കെ കാലം കഴിഞ്ഞാൽ മാത്രമാണ് ഇത് ശരിക്കും സത്യമാണെന്ന് കരുതപ്പെടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ നഗരത്തിലേക്ക് എത്തി. ഇപ്പോൾ ഒക്കെ എന്താ പറയുക, ഒരാൾ ഹെൽമെറ്റ് വെക്കാതെ പോകണം, ഒരാൾ ഫോൺ ചെയ്തിട്ട് പോകണം. അങ്ങനെ ഓരോരോ നായിൻ്റെ മക്കളുണ്ട് റോഡിൽ. അല്ല, ഇത് നമ്മൾക്ക് വലിയൊരാളായിട്ട് പറയണ്ട. അപ്പോൾ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ നമ്മളൊക്കെ
വലിയ രീതിയിൽ ഉപദേശിക്കാനും പറയാനും ഡ്രൈവിങ്ങിൻ്റെ സൊല്യൂഷനൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ തെറി കേട്ട് കൊടുക്കും. അപ്പോൾ വൈകുന്നേരത്ത് നല്ലൊരു മഴ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി പറയാനുള്ളത്, കേരളത്തിലെ മലയാളികൾ കുടിച്ച് തീർത്തത് എത്ര കോടി ഉറുപ്പ്യക്കാണെന്നറിയോ? ഇത് അത്രയും കോടി ഉറുപ്പ്യക്ക്. പക്ഷെ അത് കേരളത്തിലെ മലയാളികൾ മുഴുവല്ല കേട്ടോ. അതിൽ പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പാലക്കാട് കോഴിക്കോട് ദേശീയ പാതയിലൂടെയാണ് പോണത്. അപ്പം അതിൽ മലയാളികൾ ഉണ്ട്, ബംഗാളികളുണ്ട്, അതേപോലെ ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ റോഡിൽ ജാതി മതമല്ല. അവിടെ അവർക്ക് കുടിക്കണം തോന്നിയാൽ അവർ അത് പോയി വാങ്ങും. അപ്പോൾ മലയാളികൾ മാത്രം കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് കടന്ന കൈയാണ്. അതിൽ എല്ലാവരും പെടും. എല്ലാവരെയും പറയണം. ഹിന്ദുക്കൾ കുടിക്കുന്നുണ്ട്, മുസ്ലിങ്ങൾ കുടിക്കുന്നുണ്ട്, ക്രിസ്ത്യാനികൾ കുടിക്കുന്നുണ്ട്, ഈ പോണവരും വരുന്നവരും എല്ലാവരും മദ്യപിക്കുന്നുണ്ട്. അങ്ങനെ കിട്ടിയത് തന്നെയാണ്. അപ്പോൾ കേരളത്തിലെ അവസ്ഥ ജോലി വേണ്ട, കുടി മാത്രം, കുടിക്കുക, ഉറങ്ങുക. ഭക്ഷണം കിട്ടുന്നുണ്ടോ എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയാം ബാക്കി. അപ്പം നമ്മൾ പറഞ്ഞു വാങ്ങാതിരുന്ന മോശമല്ലേ? ശരിക്കും പറഞ്ഞാലേ ആർക്കും നിൽക്കാൻ വയ്യ. അതായത് ഒരു മിനിറ്റ് പോലും നിന്ന് കൊടുക്കാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല കേരളത്തിലെ ഓരോ ഡ്രൈവർമാരും റോഡിലൂടെ വാഹനം ഓടിക്കുന്നത്. അപ്പോൾ പതിവില്ലാത്ത തിരക്കല്ല, പതിവുള്ള തിരക്ക് തുടങ്ങി. കോടതിപ്പടിയത്തെ അവസ്ഥ ഇപ്പോൾ ഞാൻ കാണിച്ചെന്ന് കേട്ടോ. അപ്പോൾ നാളെ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ, നാളെ ഇപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് കാര്യമായിട്ട് വലിയ തിരക്ക് ഉണ്ടാവില്ല. എന്നിരുന്നാലും തിരക്ക് ഓരോ ദിവസം ഇങ്ങനെ കൂടി വരും. അപ്പോൾ നമ്മുടെ ഡ്രൈവർമാരായ സുഹൃത്തുക്കൾ, നിങ്ങൾ തീർച്ചയായിട്ടും വാഹനം ഓടിക്കുമ്പോൾ പരസ്പരം തട്ടാതെയും മുട്ടാതെയും വാശിയില്ലാതെ, അല്ലാതെ ഒരാൾ മുന്നിൽ പോകുമ്പോൾ ഒരാൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ അവന് ഓവർടേക്കിങ് കൊടുക്കാത്ത സാഹചര്യം കൂടി കാണലുണ്ട്. ഇപ്പോൾ കണ്ടു. പക്ഷെ അതുകൂടി ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഒന്നാമത്തെ കാര്യം, റോഡിൽ പരമാവധി ക്ഷമയാണ് വേണ്ടത്. ക്ഷമ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 20 സ്പീഡിൽ പോകണമെന്നോ 35 സ്പീഡിൽ പോകണമെന്നല്ല പറയണത്. അതായത് പരമാവധി ക്ഷമ കാണിച്ചാൽ പല ഗുണങ്ങളുമുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പരമാവധി ശ്രദ്ധിച്ചിട്ട് വാഹനം ഓടിക്കുക. പിന്നെ ഞാൻ ആദ്യം പറയാമെന്ന് പറഞ്ഞില്ലേ, ആ പറയാമെന്ന് പറഞ്ഞ കാര്യം, അവിടെ ഒരു മാറ്റവും നടക്കില്ല, ഒരു സസ്പെൻഷനും ഉണ്ടാവില്ല, ഒരു ഡിസ്മസും ഉണ്ടാവില്ല. കാരണം എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നത് ഒരാൾ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരെങ്ങനെ ഒഴിവാക്കുക? അപ്പോൾ അതുകൊണ്ട് അവിടെ നിയമത്തിൻ്റെ കാര്യം തന്നെ പറയാം. നമുക്ക് ആ രീതിയിൽ കിട്ടുന്നു തോന്നുന്നില്ല. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയം ക്ഷമിക്കണം തീർച്ചയായിട്ടും. അല്ലാതെ നമുക്ക് നടക്കില്ല, ഒന്നും കിട്ടില്ല. നിയമം കാരണം ഇപ്പോൾ ഞാൻ ആദ്യം കാണിച്ച പോലെ ഒരു CPIM പ്രവർത്തകന് നേരെ ഉണ്ടായൊരു സംഭവമാണ്. അത് ഒത്തുകളിയാണോ കള്ളക്കളിയാണോ എന്ന് നമുക്കറിയില്ല. എന്നിരുന്നാലും അത് മറ്റേ വാർത്ത മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമായിട്ടായിരിക്കാം എന്നും കൂടി നമ്മൾ വിചാരിക്കണം. കാരണം ഇപ്പോൾ രാഷ്ട്രീയ തന്ത്രങ്ങളാണ്, ഗൂഢാലോചന പല രീതിയിൽ പല വിധത്തിൽ ഒക്കെ വരും. പിന്നെ മുഖ്യമന്ത്രി പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അത് നല്ല രീതിയിൽ നിങ്ങൾ പറയണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം കേട്ടോ, നല്ല രീതി എന്താണ് ഈ നല്ല രീതി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ മോശമാണെങ്കിൽ, കുറച്ച് അധികാരം പദവിയും പണം ഉണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് മറ്റുള്ള ആൾക്കാർക്ക്, നിങ്ങളത് നല്ല രീതിയിലൊന്ന് ശരിയാക്കി തരണം എന്ന് പറയുമ്പോൾ അതിൽ എത്ര വലിയ ഇതുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഓരോ സംഭവങ്ങൾ. അവിടെ എന്താ പറയുക, ആ പിന്നെ CPIM ആൾക്ക് നേരിട്ട സജീവ് എന്ന് പറയുന്ന വ്യക്തിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം,
അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഉണ്ടായതാണോ ഉണ്ടാക്കിയതാണോ എന്നറിയില്ല. ഇവിടെ നീതി എന്നത് ഇപ്പോൾ കിട്ടില്ല. ഈ ഭരണം ഒന്ന് മാറാതെ നമുക്ക് നീതി കിട്ടില്ല. പക്ഷേ പോലീസ് അംഗത്തിൽ, പോലീസ് സേനയിൽ തന്നെ അപമാനമാണ് ശരിക്കും പറയാം. എന്നാൽ എത്രയോ നല്ല ആളുകളുണ്ട് നമ്മുടെ പോലീസുകാരിൽ. അപ്പോൾ ആ സജീവനെ അടിച്ചപ്പോൾ കഴുത്തിന് പിടിച്ച് തിരിച്ച് തള്ളിയപ്പോൾ പഴയ പോലീസുകാരെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നമ്മുടെ പഴയ തലമുറ എത്രത്തോളം വിശ്വാസമുള്ളവരായിരുന്നു, സ്നേഹമുള്ളവരായിരുന്നു എന്ന് ചിന്തിക്കണം. പഴയ തലമുറയിൽ പഴയ ആളുകൾ, പഴയ പോലീസുകാരായിരുന്നു എന്നാണ് പറഞ്ഞത്. അവർ നിങ്ങൾ പോയിക്കോളൂ, കുഴപ്പമില്ല, ഞങ്ങൾ ശരിയാക്കാമെന്ന് പറഞ്ഞാണ്. അപ്പോൾ ഒന്ന് ആലോചിക്കണം നിങ്ങൾ. ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ ഉള്ളത്. അപ്പോൾ നമുക്ക് ചിന്തിക്കാൻ കുറേ ഉണ്ട് ചിന്തിക്കാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ പരമാവധി എന്ത് ചെയ്യണമെന്നറിയോ, നമ്മുടെ ഭരണത്തിൻ്റെ കാര്യങ്ങൾ, പിന്നെ VD സതീശനും പിണറായി വിജയൻ സാറും കൂടി ഭക്ഷണം കഴിക്കുന്ന ഒരു ഫോട്ടോ ഓണസദ്യക്ക്, അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല, ഒരിക്കലും അംഗീകരിച്ച് കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ചെയ്തത്. അപ്പോൾ ആദ്യം ചില ആൾക്കാർ, കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു VD സതീശനാണ് ഇതിന് പിന്നെ എന്തൊക്കെ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റേതായ അഭിപ്രായം പറയുമ്പോൾ അതുതന്നെയാണെന്ന് തോന്നുന്നത്. കാരണം പിണറായി വിജയൻ്റെ കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ അതെന്താന്ന് ചോദിച്ചാൽ വല്ലാത്തൊരു സംഭവം തന്നെയാണ്. അത് അങ്ങനെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ അങ്ങനെ ചെയ്തത് ഒരിക്കലും ശരിയായൊരു രീതിയല്ല. അതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ തോൽവിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കാനുണ്ട്. ബാക്കി നാളെ എന്തായാലും വിശദമായ വിവരങ്ങൾ വരും, അപ്പോൾ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പിന്നീട് അവിടുന്ന് പറയാമെന്ന് പറഞ്ഞത്. എന്താണെന്നറിയോ, ഇതിനെക്കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിനെക്കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പറയും, പക്ഷേ ഞാൻ കുറച്ച് പറഞ്ഞുതരാം. നാളെ ലീവാണ്. എന്ത്? ബീവറേജ് ഔട്ട്ലെറ്റ് നാളെ ലീവാണ്, ശ്രീനാരായണ ഗുരു ജയന്തി സമാധിയായിട്ട്. അപ്പോൾ അതിനോട് സംബന്ധിച്ചിട്ട് ഡ്രൈ ഡേ, അതായത് ഡ്രൈ ഡേ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, കുടിക്കാത്ത ദിവസം അല്ലെങ്കിൽ ഇല്ലാത്ത ദിവസം എന്നാണ്. അപ്പോൾ കൂടുതൽ അവിടെ തിരക്ക്, ഭയങ്കര തിരക്കാണ്. നമ്മുടെ കേരളത്തിലെ എല്ലായിടത്തും തിരക്ക് നല്ലോണം ഉണ്ട്. തിരക്ക് എന്ന് പറഞ്ഞാലും പോരാ, ഈ കേരളത്തിൽ ഇന്നേ വരെ എവിടെയും കാണാത്തത്രയും തിരക്കാവും. അപ്പോൾ തിരക്ക് എന്ന് പറഞ്ഞാൽ ഇതുവരെ നമുക്ക് കാണാൻ പറ്റാത്ത തിരക്കായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കേരളത്തിലെ ജനങ്ങൾ, അപ്പോൾ ഇത്രയും തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിക്കുന്ന ആൾക്കാർ, അതായത് അല്പസ്വല്പം കഴിക്കുന്ന ആൾക്കാർ കുറച്ചേ വാങ്ങുള്ളൂ. അതായത് അധികം പോയാൽ 1/2 ലിറ്റർ മേലെ വാങ്ങില്ല, അല്ലെങ്കിൽ ഹാഫിൻ്റെ പകുതി ക്വാർട്ടർ, അങ്ങനെ തന്നെ പറയാം. പിന്നെ വലിയ ആൾക്കാർ, കാറ് കൊണ്ട് വരുന്നവർ, അത്യാവശ്യം നല്ല പിന്നെ പൈസ ഉള്ളവരൊക്കെ 1000-ന് മുകളിലുള്ള ഇത് വാങ്ങും. അപ്പോൾ കൂടുതലും വാങ്ങണ ആരറിയോ? കച്ചവടം ചെയ്യാനുള്ള ആൾക്കാരാണ്, ബ്ലാക്കിൽ കച്ചവടം ചെയ്യാനുള്ള ആൾക്കാർ. അത് കേരളത്തിലെ എക്സൈസ് മന്ത്രിക്കും അറിയാം, ബീവറേജിലുള്ള ജീവനക്കാർക്കും അറിയാം, അതിൻ്റെ മാനേജ്മെൻറ്റിനും അറിയാം, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അത്. അതാണ് ഇത്രയും കേരളത്തിലെ മദ്യത്തിനെ പിന്നെ പൊടിച്ചത്, മദ്യത്തിന് വേണ്ടിയിട്ട് പൈസ പൊടിച്ചത്. ശരിക്കും പറഞ്ഞാൽ കച്ചവടക്കാർ, അതായത് ബ്ലാക്കിൽ കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ 430 അല്ലെങ്കിൽ 410 സാധനം വാങ്ങിയ 550-600 രൂപയ്ക്കാണ് കൊടുക്കുക. അപ്പോൾ ഒരു കുപ്പിയിൽ എത്ര രൂപ ലാഭം കിട്ടി? അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ
കച്ചവടക്കാരും ഈ പിന്നെ ബീവറേജ് കമ്പനിയും കൂടി ഒരു ടൈപ്പ് ഉണ്ട്, ഒരു ഒത്തൊരുമ ഉണ്ട്. സാധാരണയായിട്ട് ഈ ക്വാർട്ടറും ചെറുതൊക്കെ വാങ്ങി നടക്കുന്ന സാധാരണക്കാർ, കൂലിപ്പണിക്കാർ, അവർക്ക് എന്താ വേണ്ടല്ലോ അറിയോ, ഈ പണിയെടുത്ത് മേൽ ക്ഷീണിക്കുമ്പോൾ അവർക്ക് പിന്നെ നാളേക്ക് ഒരു ഉഷാറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ അടിക്കണേ. അല്ലാതെ ഇപ്പോൾ അവർ സ്ഥിരം മദ്യപാനി അല്ല. അപ്പോൾ സർക്കാർ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് പിന്നെ പകുതി കുറച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജോലിയില്ലാത്ത ഒരുപാട് യുവാക്കളും യുവതികളും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് എന്താ പറയുക, ഒരു പിന്നെ സമാധാനത്തോടു കൂടി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വലിയ ഉപകാരമായി. അത് ചെയ്യുമല്ലേന്ന് നമുക്കറിയില്ല, അത് കാത്തിരുന്ന് കാണുക തന്നെ വേണം. അപ്പോൾ സമയം 7 മണിയായി. നമ്മുടെ വീഡിയോയിൽ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല സാഹചര്യങ്ങളിലാണ് വീഡിയോ എടുക്കുന്നത്. ചിലപ്പോൾ പുഴയിലാവും, ചിലപ്പോൾ കാട്ടിലാവും, ചിലപ്പോൾ പാടത്തുക്കിടയാവും, ചിലപ്പോൾ പറമ്പുക്കിടയാവും. അപ്പോൾ അങ്ങനെ ഇന്ന സ്ഥലമൊന്നുമില്ല. നമ്മൾ എന്താണോ പറയാൻ കരുതണേ അതങ്ങോട്ട് പറയും. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ മെയിനായിട്ടുള്ള പ്രശ്നം, കുറേ ആൾക്കാർ ഇങ്ങോട്ട് പറഞ്ഞു അതിൻ്റെ സൗണ്ട് കറക്റ്റായിട്ട് കിട്ടില്ല എന്നൊക്കെ. അതൊക്കെ മെല്ലെ മെല്ലെ ശരിയാക്കാനല്ലേ പറ്റുള്ളൂ. പണം ഇപ്പോൾ ആളുടെ കയ്യിലാണ്, പൈസക്കാരുടെ കയ്യിലാണ്. അപ്പോൾ ഇവർ കണ്ട് മെല്ലെ മെല്ലെ പൈസ കിട്ടുള്ളൂ. ഒക്കെ ശരിയാവുമെന്ന് പ്രതീക്ഷിക്കണം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കുറച്ചൊക്കെ നമ്മൾ മനസ്സിൽ ഉള്ളതൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് ഓർത്ത് വെക്കാണ്ട്, അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം.